ഒഡീഷയിൽ നിയമസഭാംഗങ്ങൾക്കും മുഖ്യമന്ത്രിക്കും വൻ ശമ്പള വർധന. പുതിയ ബില്ല് പ്രകാരം എംഎൽഎമാരുടെ പ്രതിമാസ ശമ്പളം ഇതുവരെ ലഭിച്ചിരുന്ന 1.11 ലക്ഷം രൂപയിൽ നിന്ന് നേരിട്ട് 3.45 ലക്ഷം രൂപയായി ഉയർത്തി. 3 മടങ്ങിലേറെ ഉയർന്ന ശമ്പളം ജൂൺ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ലഭിക്കുന്നത്. 2007 മുതൽ തുടർച്ചയായി ഉയർത്തിക്കൊണ്ടുവന്ന ആവശ്യങ്ങളെയാണ് പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ഉടനെ തന്നെ പരിഗണിച്ചത്. പുതിയ പരിഷ്കരണ പ്രകാരം മുഖ്യമന്ത്രി, മന്ത്രിമാർ, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ ശമ്പളവും സമാനമായ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിലൂടെ ഒഡീഷ മുഖ്യമന്ത്രിയുടെ പ്രതിമാസ ശമ്പളം 3.74 ലക്ഷത്തിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല, പദവിയിലിരിക്കെ അന്തരിക്കുന്ന സിറ്റിംഗ് എംഎൽഎമാരുടെ കുടുംബത്തിന് 25 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഭാവിയിൽ ശമ്പള പരിഷ്കരണം 5 വർഷം കൂടുമ്പോൾ സ്വയം നടപ്പിലാകുന്ന സംവിധാനവും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് പാർലമെന്ററി കാര്യ മന്ത്രി മുകേഷ് മഹാലിംഗ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ബില്ലിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ അംഗങ്ങളും പിന്തുണ നൽകിയതാണ് പ്രത്യേകത. മുൻ എംഎൽഎമാരുടെ പെൻഷനും ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. ഏറെ നാളായി നീണ്ടുപോയ ആവശ്യം പരിഗണിച്ച് സർക്കാർ എടുത്ത ഈ തീരുമാനങ്ങളും എല്ലാ അംഗങ്ങളും ഒരു മനസ്സോടെ നന്ദി രേഖപ്പെടുത്തി. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാനത്ത് ജനപ്രതിനിധികൾക്ക് ഈ തോതിലുള്ള വർധന ന്യായമാണോ എന്ന ചർച്ചകൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴും ഭരണകൂടം ഇതിനെ ആവശ്യമായ പരിഷ്കരണം എന്ന നിലയിലാണ് വിശദീകരിക്കുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.